ഹായ് ഫ്രണ്ട്സ്, സ്റ്റാൻഡേർഡ് 12 കലാപകാരികളും രാജ്യവും അല്ലെ 1857 കലാപവും ചിത്രീകരണങ്ങളും എന്ന ലെസൺ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എക്സാമുകളുടെ അടുപ്പിച്ച് ഇനി നമുക്ക് എക്സാം ആണ്, അതിൻ്റെ ഒരു പിരിമുറുക്കമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഇനി SCRT NCERT ഇനി പുതിയതായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരൊറ്റ ടെൻഷനും വേണ്ട കേട്ടോ, ഒന്നും ടെൻഷൻ വേണ്ട. അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിലും പഠിക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മളപ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് പിന്നെ ഒരു അയ്യോ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടല്ലോ, അതൊക്കെ സാധാരണ എല്ലാവർക്കും ഉള്ള, നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, നമ്മൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഹിസ്റ്ററി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പിന്നെയും ചിന്തിക്കും അയ്യോ NCERT ഭാഗം പഠിച്ചിട്ടില്ലല്ലോ, മാർക്ക് കിട്ടില്ല. അത് നമ്മൾ പഠിച്ചു വെച്ചവിടെയും കൂടി മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ കളയാൻ നിൽക്കും. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും അത് ഹ്യൂമൺ ആണ്, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട, നമുക്ക് അതിലുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റുകൾ ചെറുതായിട്ടുള്ള ഒരു 5-6 പോയിന്റ് ഒക്കെയാണ് എക്സ്ട്രാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മൂന്ന് പോർഷൻസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, 3 ലെസൺ ഇട്ട് തന്നിട്ടുണ്ട് +2 ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൽ എത്രത്തോളം മാത്രമാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളതെന്ന്. കൂടുതലായിട്ട് ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ട് ആ ടെൻഷൻ ഒന്നും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ലെസന്റെ പേര് കലാപകാരികളും രാജ്യവും, 1857 കലാപവും ചിത്രീകരണങ്ങളാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാം. അതില് 1857 വിപ്ലവമാണ്. നമുക്കറിയാം ഹോട്ട് ടോപ്പിക്കാണ്, PSCയുടെ ഹോട്ട് ഏരിയ ആണ്. ഒരു മാർക്ക് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് ക്ലാസ്സിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് പോകണം കേട്ടോ. എത്ര നേരം വേണം നിങ്ങൾക്ക്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു സെക്കൻഡ് മതിയില്ലേ നിങ്ങൾക്ക്. ഒരു മിനിറ്റ് ഞാൻ പറയുകയാണ്, ഒരു മിനിറ്റ് മതി നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിന് പോലും നിങ്ങൾ എന്ത് ചെയ്യാറില്ല, താഴെ ഒരു കമൻറ്റ് പോലും, നിങ്ങൾ ഒരു അഭിപ്രായം പോലും രേഖപ്പെടുത്താറില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിച്ചിട്ട് ജോലി കിട്ടിയാൽ മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാനും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടി പറയാണ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1857 വിപ്ലവമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഈ ലെസണിൽ ഫുള്ളും എന്ത് തന്നെയാണ്, 1857 വിപ്ലവം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ആ ടോപ്പിക് അവിടെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ. ബ്രിട്ടീഷ് സൈന്യത്തിൽ പെട്ട ഇന്ത്യക്കാർ അല്ലേ, അവരാണ് അറിയപ്പെടുന്നത്, ശിപ്പായികൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. ഈ ശിപ്പായി ലഹള, 1857 വിപ്ലവത്തെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ശിപ്പായി ലഹള എന്നുള്ളത് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നതാണ് ആര്, ശിപ്പായികൾ എന്ന് പറയുന്നത്. 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചതാണ് കേട്ടോ. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് വിളിച്ചത് എന്ത്, ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുക. പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, 1857 വിപ്ലവം അറിയപ്പെടുന്നത് ഏത് ലഹളയാണ്. താഴെ 4 ലഹളകൾ തന്നിട്ടുണ്ടായിരുന്നു, അതിലൊന്നാണ് ഇത് ശിപ്പായി ലഹള എന്ന് പറയുന്നത്. നമുക്കറിയാം 1857 വിപ്ലവത്തിലെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് അല്ലെ. ഈ മംഗൾ പാണ്ഡെ ആരായിരുന്നു, എത്ര പ്രാവശ്യം PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ ഈ മംഗൾ പാണ്ഡെ. അദ്ദേഹം ആരായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ശിപായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അല്ലെ ഈ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ചിട്ട് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മരണം കൈവരിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ മംഗൾ പാണ്ഡെ എന്ത് ചെയ്യാണ്, വെടിവെച്ചിട്ട് പരിക്കേൽപ്പിക്കുകയാണ്. പിന്നീട് അധികാരികൾ എന്ത് ചെയ്തു, മംഗൾ പാണ്ഡെനെ പിടിച്ചെടുക്കുക, അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഈ സംഭവം നടന്നിട്ട് ഒരു മാസത്തിന് ശേഷം, അതായത് മംഗൾ പാണ്ഡെനെ വധിച്ചിട്ട് ഒരു മാസത്തിന് ശേഷമാണ് മീററ്റില് 3ാം സൈനിക വിഭാഗത്തില് എന്ത് ചെയ്തു, അസ്വസ്ഥതകൾ ഉടലെടുത്തു. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഈ 4 കാര്യങ്ങൾ എന്താന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ എന്താണ് ശിപ്പായികൾ, ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാരാണ് ശിപ്പായികള്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ശിപ്പായി ലഹള എന്നാണ്.
1857 വിപ്ലവത്തിലെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ അദ്ദേഹത്തിന്റെ സീനിയർ ഉദ്യോഗസ്ഥനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഉദ്യോഗസ്ഥരെ മംഗൾ പാണ്ഡെയെ പിടിച്ചു കെട്ടിയിട്ട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതിന് 1 മാസത്തിന് ശേഷം മീററ്റില് 3ാം സൈനിക വിഭാഗത്തിൽ എന്ത് ചെയ്തു? പലതരം പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപായികൾ എന്ത് ചെയ്തു? കലാപം ആരംഭിച്ചു. ഇപ്പോ 1857 മെയ് 10 മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപായികള് കലാപം ആരംഭിച്ചു. വെരി ഇമ്പോർട്ടൻറ്റ്. മാസവും ഡേറ്റും കറക്റ്റ് ആയിട്ട് നോക്കുക. 1857 എന്ന് മാത്രം പഠിച്ചിട്ട് പോകരുത് കേട്ടോ. 1857 മെയ് 10 എന്ത് ചെയ്തു? ശിപായികൾ കലാപം ആരംഭിച്ചു. 1800 ശിപായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് എപ്പോഴാണ്? 1857 മെയ് 11 കേട്ടോ. ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് 1857, അതായത് ഒരു ദിവസം മെയ് 10 പറയുമ്പോൾ മെയ് 11 അടുത്ത ദിവസം തന്നെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ അന്നത്തെ അവിടെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ആ സമയത്ത് ഡൽഹിയിൽ ചക്രവർത്തി. അങ്ങനെ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ബഹദൂർ ഷാ രണ്ടാമനോട് കലാപകാരികൾ ആവശ്യപ്പെടുകയും പിന്നെ എന്ത് പറഞ്ഞു? കലാപകാരികളുടെ സമ്മർദ്ദത്താൽ അദ്ദേഹം ബഹദൂർ ഷാ എന്ത് ചെയ്തു? അത് നേതൃത്വം ഏറ്റെടുക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, അതായത് ഷാഹിൻഷാ അല്ലെ, ഷഹൻഷാ ഈ ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു എന്താണെന്നുള്ളത് ആ പിക്ചർ മനസ്സിലാണ്ടല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഇരുന്ന് പഠിക്കുന്ന ആ ഭാഗം മാത്രമല്ല, നമ്മുടെ മൈൻഡ് എപ്പോഴും ആ പ്ലേസിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ പിക്ചർ വൈസ് ആയിട്ട് കാണണം. അപ്പോഴാണ് നമുക്കിത് എന്ത് ചെയ്യുക? പിന്നീടൊക്കെ ഒരു റിവിഷൻ അടിച്ച തന്നെ നമുക്കത് മനസ്സിലാകും. അല്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് 1857 മെയ് 10 മെയ് 10 മെയ് 11 ചെങ്കോട്ട, എന്ത് 87 മെയ് 11 അതൊക്കെ പോകും. അതൊക്കെ 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചതൊന്നും അറിയില്ല. പുതിയതായിട്ട് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതായത് പഠിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് ഇരിക്കുന്നവരുണ്ടാകും. അവർ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, പുതിയ ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്തിനെ കാണണം. അവിടെ കലാപം മംഗൾ പാണ്ഡെയെ വധിക്കുന്നതും പിന്നീട് അവിടെ 3ാം സൈനിക വിഭാഗത്തിൽ എന്ത് ചെയ്യണം? നമ്മളൊരു പിക്ചർ വൈസ് ആയിട്ട് കാണാം. നമുക്കൊക്കെ അത് കാണാനായിട്ട് കഴിയും. നമ്മളൊക്കെ ചെറിയ കുട്ടികളാണോ? അല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ ആ പിക്ചർ വൈസ് ആയിട്ട് കാണുക കേട്ടോ. അങ്ങനെ കലാപകാരികൾ മെയ് 11 ചെങ്കോട്ടയിൽ എത്തുന്നു. ആ സമയത്ത് നോക്കിക്കേ, മുഗൾ രാജവംശത്തെ കുറിച്ചിട്ട് ഒരു മനസ്സിൽ പിക്ചർ കാണുക. ആ മുഗൾ രാജവംശത്തിൽ ബഹദൂർ ഷാ രണ്ടാമൻ ചക്രവർത്തിയായിട്ട് അവിടെ വാഴുകയാണ്. അദ്ദേഹത്തിനോട് ഈ കലാപത്തിനോടുള്ള നേതൃത്വം ഏറ്റെടുക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ആ നേതൃത്വപ്രകാരം, നിർബന്ധപ്രകാരം അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ഈ കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് വാഴിക്കുകയും ചെയ്തു. ഡൽഹിയിലെ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറാണ് ബക്ത് ഖാൻ. ആരായിരുന്നു? ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമന്റെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ആയിരുന്നു ബക്ത് ഖാൻ. ഇനി 1857 കലാപമൊക്കെ അങ്ങനെ ആരംഭിച്ചു അല്ലെ. കലാപമൊക്കെ ആരംഭിച്ചു. കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല കേട്ടോ ആരംഭിച്ചത്. ഓരോരോ സമയത്ത് നമ്മൾക്കറിയാം ഇപ്പോൾ ഓരോരോ ഭാഗത്ത് ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം വരുമ്പോൾ ഈ മോഡലൊക്കെ വരും. 1857 കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. അത് മനസ്സിലാക്കുക. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 1857 കലാപത്തിന്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ്? അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും ഒക്കെ തകർക്കുക. ഇതൊക്കെയാണ് 1857 കലാപത്തിന്റെ പൊതു സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ എന്തൊക്കെയാണ് സ്വീകരിച്ച മാർഗങ്ങൾ? അതായത് കലാപം ആരംഭിക്കാൻ വേണ്ടിയിട്ട് വെടിമുഴക്കിയിട്ടും ബ്യൂഗിളിന്റെ ശബ്ദം കേട്ടോ, വെടിമുഴക്കവും ബ്യൂഗിളിന്റെ ശബ്ദവും ഒക്കെ പുറപ്പെടുവിച്ചിട്ടാണ് കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ ആരംഭിച്ച മാർഗം. ഇനി ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നിട്ടുള്ള സംഭരണ സ്ഥലം എന്ത് പേരിൽ അറിയപ്പെട്ടു? ബെൽ ഓഫ് ആംസ് എന്നറിയപ്പെട്ടു. ബെൽ ഓഫ് ആംസ്. എന്താണ് ബെൽ ഓഫ് ആംസ്? ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന സംഭരണ മുറിയാണ് ബെൽ ഓഫ്
ആംസ് എന്ന് പറയുന്നത്. ഇനി അപകീർത്തികരമായ അർത്ഥത്തില് വിദേശികളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ച ഒരു പദമാണ് ഫിരങ്കി എന്ന് പറയുന്നത്. ഈ ഫിരങ്കി എന്ന പദം എന്താണ്? ഒരു അപകീർത്തികരമായിട്ടുള്ള ഒരു പദമായിരുന്നു. അപ്പൊ ഈ പദം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? വിദേശികളെയൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമം എന്ത് പേരിൽ അറിയപ്പെട്ടു? റെസിഡന്റ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമം എങ്ങനെയായിരുന്നു? റെസിഡന്റ് എന്നായിരുന്നു. അപ്പൊ ഇതിൽ ഈ 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ. വെടിമുഴക്കവും ബ്യൂഗിളിന്റെ ശബ്ദവും ഒക്കെ പുറപ്പെടുവിച്ചിട്ടാണ് അവർ കലാപത്തിന് തുടക്കമിട്ടത്. ബെൽ ഓഫ് ആംസ്, അതായത് ബ്രിട്ടീഷ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണ മുറിയാണ് ബെൽ ഓഫ് ആംസ്. അപകീർത്തികരമായ അർത്ഥത്തില് വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പേർഷ്യൻ ഭാഷയാണ് ഫിരങ്കി എന്ന് പറയുന്നത്. ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? റെസിഡന്റ് എന്നായിരുന്നു. കലാപകാരികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. എന്തായിരുന്നു കലാപകാരികളുടെ മുദ്രാവാക്യം? നോട്ട് ചെയ്യണം കേട്ടോ. സംഘടിക്കുക, ഉണരുക. ചിലപ്പോൾ ഇതിൽ ഇടയിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വേറൊന്ന് വെക്കും, അങ്ങനെ തലതിരിച്ചും തരും. അപ്പൊ നമുക്ക് തെറ്റാൻ പാടില്ല. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നായിരുന്നു കലാപകാരികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഏത് ഭാഷയിലായിരുന്നു? ഹിന്ദിയിലും ഉറുദുവിലും പേർഷ്യൻ ഭാഷകളിലായിരുന്നു കേട്ടോ. ഹിന്ദിയിലും ഉറുദുവിലും പേർഷ്യൻ ഭാഷകളിലായിട്ടായിരുന്നു. അതുപോലെ ഈ രഹസ്യങ്ങൾ കൈമാറാൻ അവരെന്താണ് ഉപയോഗിച്ചത്? ചപ്പാത്തിയിലെ കലാപകാരികള് രഹസ്യമായിട്ട് ആശയങ്ങൾ കൈമാറുന്നത് ഏതിലൂടെയായിരുന്നു? ചപ്പാത്തിയിലൂടെയായിരുന്നു. അതുപോലെ ഈ ഗുരുദാസ ബാബ എന്ന് പറഞ്ഞ, അതായത് നാനാ സാഹിബിന്റെ ഗുരു ആണ് ആര്? ഗുരുദാസ ബാബ. നാനാ സാഹിബിന്റെ ഗുരുവാണ് ഗുരുദാസ ബാബ. അതായത് ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയില് കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറും. ഇതിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഗുരുദാസ ബാബ. അപ്പൊ ചപ്പാത്തിയിലാണ് ഇവരെന്ത് ചെയ്തത്? വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് കൈമാറുന്ന സമയത്ത് അവിടെ ഏതാണോ ഉപയോഗിച്ചിരുന്ന ഭാഷ ആ ഭാഷയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് മലയാളം അറിയുമെങ്കിൽ മലയാളത്തിലേക്ക് തരാൻ പറ്റുള്ളൂ, വേറെ ഭാഷ തരാൻ പറ്റുമോ? ഇല്ല. അതേപോലെ അവിടെ ഏതാണോ ഭാഷ ആ പ്രാദേശിക ഭാഷയില് ഈ ചപ്പാത്തിയിലൂടെ വിവരങ്ങൾ കൈമാറിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഗുരുദാസ ബാബയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഗുരുദാസ ബാബ ആരാണ്? നാനാ സാഹിബിന്റെ ഗുരു ആണ്. ഇനി നമുക്കറിയാം നാനാ സാഹിബ് ഈ കലാപകാരികൾ നേതൃത്വം കൊടുത്തവരായിരിക്കുന്ന കലാപത്തിലെ പ്രധാന നേതാക്കളൊക്കെ നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി, താന്തിയോ തോപ്പി, ബീഗം ഹസ്രത്ത് മഹൽ, ഷാമാൽ, മൗലവി അഹമ്മദുള്ള ഷാ, ഇവരൊക്കെ എന്താണ്? കലാപകാരികളാണ് അല്ലെ. ഈ നാനാ സാഹിബ് ആരായിരുന്നു? നാനാ സാഹിബിനെ കുറിച്ച് നമുക്ക് നോക്കാം. നാനാ സാഹിബ് കാൺപൂരിലാണ് അല്ലെ. എപ്പോഴും ചോദിക്കാറുണ്ട്. നാനാ സാഹിബ് കാൺപൂരിലാണ് അല്ലെ. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് കാൺപൂരില് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? നാനാ സാഹിബ്. മറക്കരുത് ട്ടോ. നാനാ സാഹിബ് കാൺപൂരിലായിരുന്നു. അതായത് ഇംഗ്ലീഷുകാർ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ നാനാ സാഹിബിന് പെൻഷൻ നിരോധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1858 അവസാനത്തില് കലാപം പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് എവിടേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു? നേപ്പാളിലേക്ക്. അതായത് ഈ കലാപം പൊതുവെ എന്താണ്? തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമൊന്നും ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നില്ല. പിന്നെ പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇതിലൊന്നും സംഘടിച്ച് നിന്നിട്ടുണ്ടായിരുന്നില്ല. ചില പ്രദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതായത് ഐകമത്യ മഹാബലം എന്ന് പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു? താൽക്കാലികമായിട്ടുള്ള വിജയം മാത്രമായിരുന്നു. പക്ഷെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താനായിട്ട് 1857 വിപ്ലവത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കലാപത്തിന്റെ 1857 കലാപം തുടങ്ങി 1858 ആകുമ്പോഴേക്കും കലാപത്തിന്റെ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ നാനാ സാഹിബ് എവിടേക്ക് രക്ഷപ്പെടുകയാണ്? നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പൊ കാൺപൂരില് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തതാണ് ആരായിരുന്നു? നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് ആരായിരുന്നു? മറാത്തിയിലെ അവസാനത്തെ പേഷ്വാരായിരുന്ന ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ് കേട്ടോ. ഇംഗ്ലീഷുകാർ ഇയാൾക്ക് പെൻഷൻ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1858 അവസാനത്തിൽ കലാപം പരാജയപ്പെട്ടപ്പോൾ എവിടേക്ക് പോയി? നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. അടുത്ത് നമ്മൾ പഠിക്കണമെങ്കിൽ റാണി ലക്ഷ്മിബായി. നമ്മൾ എപ്പോഴും സാധാരണ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതൊന്നും ആഡ് ചെയ്യാണ്ടിരുന്നത്. ജസ്റ്റ് ഒന്ന് റിവിഷൻ വേണ്ടി പറഞ്ഞിരുന്നത് കേട്ടോ. റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ രാജാവായിരുന്ന
ഗംഗാധര റാവുവിന്റെ പത്നിയായിരുന്നു ആര്? റാണി ലക്ഷ്മിബായി അല്ലെ. യഥാർത്ഥ പേരെന്താണ്? റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരെന്താണ്? മണികർണിക. മണികർണിക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക. 1857 ജൂണില് യുദ്ധത്തിൽ എന്ത് ചെയ്തു? കൊല്ലപ്പെടുകയും ചെയ്തു കേട്ടോ. റാണി ലക്ഷ്മിബായി 1800 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റാണി ലക്ഷ്മിബായി അന്തരിച്ച ചോദിച്ചിട്ടുണ്ട്, വർഷം ചോദിച്ചിട്ടുണ്ട്. കലാപത്തിന്റെ പിറ്റത്തെ വർഷമാണെന്നുള്ളത് ആലോചിക്കുക. 1858 ജൂൺ മാസത്തില് യുദ്ധത്തില് കൊല്ലപ്പെടുകയും ചെയ്തു. അടുത്തത് താന്തിയ തോപ്പി പറയുകയാണെങ്കിൽ നാനാ സാഹിബിന്റെ വിശ്വസ്തമായിട്ടുള്ള സേവകനായിരുന്നു അല്ലെ. നാനാ സാഹിബ്, താന്തിയ തോപ്പി ഇവർ രണ്ട് കൂട്ടുകെട്ടും ഭയങ്കര ശക്തമായിട്ടുള്ളതായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ആര്? താന്തിയ തോപ്പി എന്ന് പറയുന്നത്. താന്തിയ തോപ്പിയുടെ യുദ്ധമുറ എങ്ങനെയായിരുന്നു? ഒളിപ്പോര്, ഗറില്ല യുദ്ധമുറകളൊക്കെ ആയിരുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഗറില്ല യുദ്ധമുറകളൊക്കെ ചോദിച്ചതാണ്. ഒളിപ്പോരിലും ഗറില്ല യുദ്ധമുറയിലും ഒക്കെ വിദഗ്ധനായിരുന്നു ആര്? താന്തിയ തോപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഝാൻസിയിൽ ഉണ്ടായിരുന്ന റാണി ലക്ഷ്മിബായിയെ സഹായിച്ചതും ആര് തന്നെയാണ്? താന്തിയ തോപ്പിയാണ്. റാണി ലക്ഷ്മിബായി ഝാൻസിയില് കലാപത്തിൽ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് താന്തിയ തോപ്പി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ ബീഗം ഹസ്രത്ത് മഹൽ, അവധിലെ ഭരണാധികാരിയായിരുന്നു അല്ലെ. അവധില് അപ്പോൾ നമ്മള് നാനാ സാഹിബ് കാൺപൂര്, റാണി ലക്ഷ്മിബായി ഝാൻസിയില്, താന്തിയ തോപ്പി നമുക്കറിയാം നാനാ സാഹിബിന്റെ വിശ്വസ്ത സേവകനായിരുന്നു. പിന്നെ താന്തിയ തോപ്പി ആരെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു? എന്താണ് റാണി ലക്ഷ്മിബായിനെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ഔദ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതെല്ലാം ബീഗം ഹസ്രത്ത് മഹൽ ഔദിലെ ഭരണാധികാരിയായിരുന്നു. ഔദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതും ബീഗം ഹസ്രത്ത് മഹലാണ്. അടുത്തത് ഷാമാല് പറയുമ്പോൾ ഷാമാലോ അവര് ഉത്തർപ്രദേശിലെ ബറോട്ട് പർഖാനയില് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. ഉത്തർപ്രദേശിലെ എവിടെയാണ്? ബറോട്ട് പർഖാനയിലാണ് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. പിന്നെ ഷാമാല് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബംഗ്ലാവൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുത്തത് ആരായിരുന്നു? ഷാമാലായിരുന്നു. എന്നിട്ട് ആ ഹാളിനെ എന്ത് ചെയ്തു? നീതിയുടെ ഹാളാക്കിയിട്ട് മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ബംഗ്ലാവിനെ പിന്നീട് ചെയ്തു. അതായത് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുത്തിട്ട് ആ ബംഗ്ലാവിനെ എന്താക്കി മാറ്റി? ഒരു നീതിയുടെ ഹാളാക്കിയിട്ട് മാറ്റി. അടുത്തത് മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദില് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ള ഷായാണ്. അതുപോലെ തന്നെ 1856 അതായത് കലാപത്തിന്റെ തൊട്ട് മുൻപത്തെ വർഷം 1857 കലാപം. 1856 കാലഘട്ടത്തില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. ഇത് NCERT പറയുന്ന പോയിന്റ് ആണ്. ചോദ്യം വന്നാൽ എഴുതണം. 1856 ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദിന് നടത്താൻ പ്രേരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മൗലവി അഹമ്മദുള്ള ഷായാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര് അന്ന് മൗലവി അഹമ്മദുള്ള ഷാ എന്നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡങ്കാ ഷാ എന്നാണ് അവരൊക്കെ പ്രാദേശികർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇദ്ദേഹത്തിന് സാധാരണയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന പേരെന്താണ്? ഡങ്കാ ഷാ. എന്താണ്? ഡങ്കാ ഷാ. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ചിൻഹട്ട് യുദ്ധമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ പഠിക്കാറില്ല. ആ ചിൻഹട്ട് യുദ്ധത്തിൽ പോരാടുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സൈനികരെയൊക്കെ തോൽപ്പിക്കുകയൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സിംഗ്ബത്തിലെ ഗോത്രവർഗ കർഷകനായ ഗോനു ആ പ്രദേശത്തെ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായിരുന്നു കേട്ടോ. സിംഗ്ബത്തിലെ ഗോത്രവർഗ കർഷകനായ ഗോനു ആ പ്രദേശത്തെ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായിരുന്നു. അതും കൂടിയിട്ടൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഗോനു കേട്ടോ. ഗോനു അത് നോട്ട് ചെയ്യണേ. 1857 കലാപത്തിൽ ഗോനു എന്ന വ്യക്തി ആ പ്രദേശത്തെ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ 4 ഓപ്ഷൻ വന്നിട്ട് 1857 കലാപത്തിൽ പെടാത്തവരാരെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഗോനു എന്ന് കേട്ടിട്ടില്ല പറഞ്ഞിട്ട് അവിടെ ചെയ്യാൻ പാടില്ല കേട്ടോ. സിംഗ്ബം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഗോത്രവർഗ കർഷകനായിരുന്നു ആര്? ഗോനു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഗോത്രവർഗക്കാരുടെ വിപ്ലവത്തിന് നേതാവായിട്ട് തീർന്നത്. മനസ്സിലായല്ലോ? നാനാ സാഹിബ് കാൺപൂരില്, റാണി ലക്ഷ്മിബായി ഝാൻസിയില്, താന്തിയ തോപ്പി അദ്ദേഹം പൊതുവായിട്ട് നിന്നതാണ് അല്ലെ. ബീഗം ഹസ്രത്ത് മഹല് എവിടെയായിരുന്നു? ഔദിലായിരുന്നു. ഷാമല് ബറോട്ട് പർഖാനയില്, മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദില്.
ഇനി നേതാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൻവർ സിംഗ് ആര അല്ലെ, കൻവർ സിംഗ് ആര ബീഹാറിലുണ്ടായിരുന്നു, ബിർജിസ് ഗാദർ ഔദിലുണ്ടായിരുന്നു, ജനറൽ ഭക്തഖാൻ ഡൽഹിയിലുണ്ടായിരുന്നു, ഗോനു ചോട്ടാ നാഗ്പൂരിലെ സിംഗ്ബം എന്ന പ്രദേശത്ത് മറക്കരുത് കേട്ടോ. ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. കൻവർ സിംഗ് എവിടെയായിരുന്നു? ആര ബീഹാറില്, ബിർജിസ് ഗാദർ ഔദിലാണ് കേട്ടോ. അപ്പൊ നമ്മള് ഔദിൽ പഠിക്കുമ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ ഔദിൽ എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ബിർജിസ് ഗാദറും ഉണ്ട് കേട്ടോ. അവരും എവിടെ തന്നെയാണ്? ഔദിലാണ്. ജനറൽ ഭക്തഖാൻ ഡൽഹി, ഗോനു നമ്മൾ നേരത്തെ പറഞ്ഞു ചോട്ടാ നാഗ്പൂരിലെ സിംഗ്ബം എന്ന പ്രദേശത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി 1957 വിപ്ലവത്തിന് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും. അറിയാലോ, ഒരു കാര്യം നടക്കുന്ന സമയത്ത് അവിടെ പോസിറ്റീവായിട്ടും ഉണ്ടാകും തെറ്റായിട്ടും ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കലാപത്തിന്റെ വളർച്ചയെ സഹായിച്ച 2 പ്രധാന സംഭവങ്ങളാണ് കലാപ സമയത്ത് പ്രചരിച്ച അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും. അഭ്യൂഹങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? കലാപത്തിന് തുടക്കം കുറിച്ച സൈനികർക്ക് നൽകിയ എന്തായിരുന്നു കലാപത്തിന് തുടക്കം? കലാപത്തിന് തുടക്കം കുറിച്ച സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തിരകളിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അത് ഈ അഭ്യൂഹങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇതവർ അറിഞ്ഞത്. ഇല്ലെങ്കിൽ എന്തായാലും ആരെങ്കിലും അറിയോ? ഇല്ല അല്ലെ. അങ്ങനെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിന്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിഷിദ്ധമായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അഭ്യൂഹങ്ങൾ പടർന്നുകൊണ്ടാണല്ലോ ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കൊഴുപ്പൊക്കെ എന്ത് ചെയ്യും? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പശുവിന്റെ കൊഴുപ്പില് ഇവിടെ പറയുന്നുണ്ട്, പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിന്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമാണെന്ന് കണക്കാക്കിയിരുന്നത്. പിന്നെ ഇതൊക്കെയായിരുന്നു മിലിറ്ററി കന്റോൺമെന്റിൽ നിന്നും വിതരണം ചെയ്യുന്ന ധാന്യപ്പൊടിയിൽ പശുവിന്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തിയിട്ടുണ്ടെന്ന അഭ്യൂഹം മൂലം ശിപായിമാർ ഗോതമ്പ് പൊടി അതായത് ആട്ട തൊടാൻ പോലും വിസമ്മതിച്ചു. ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയാണെന്ന വാർത്തയും പ്രചരിപ്പിച്ചു. ഇനി പ്രവചനങ്ങൾക്ക് എന്തായിരുന്നു ഉദാഹരണം? പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100-ാം വർഷം ആകുമ്പോൾ 1757 നമുക്കറിയാം പ്ലാസി യുദ്ധം. അന്നൊരു പ്രവചനം നടന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100-ാം വർഷം ആകുമ്പോൾ, അപ്പൊ 1757 ഇപ്പൊ 100-ാം വർഷമായില്ലേ, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കുമെന്ന പ്രവചനം ജനങ്ങളെ കലാപത്തിൽ നയിക്കുന്നതിന് കൂടുതൽ ശക്തി പകർന്നു. അപ്പൊ 100-ാം വർഷമാണ്. അപ്പോൾ 1857 എന്ന് പറയുന്നത് യുദ്ധം എന്താണ് ഇവിടുത്തെ കഴിഞ്ഞു, അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ അതും ഇവരുടെ മനസ്സിലുണ്ടാവില്ലേ. അതൊക്കെ എന്താണ്? യുദ്ധത്തിലേക്ക് കാരണങ്ങൾ ആയി. ഇനി കലാപത്തിന്റെ കാരണങ്ങളില് പിന്നെ ഇതൊന്ന് അപ്പൊ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രം തുടരില്ല അല്ലെ. പിന്നെ സാമ്പത്തികമായിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു, ഭരണപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല കാരണങ്ങളുണ്ടായിരുന്നു, സാമൂഹികവും മതപരമായിട്ടുള്ള ഘടകങ്ങളൊക്കെ എന്തായിരുന്നു? ഈ കലാപത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നമുക്കതൊക്കെ നോർമലായിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പഠിക്കാറുള്ളതാണ്. ഇതിനിപ്പോൾ അതിലെ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല. എന്താണ്? സാമ്പത്തിക നയങ്ങളിലെ ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക സമ്പദ് വ്യവസ്ഥയെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്ന് തകർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കർഷകർക്ക് ഭൂമിയുടെ മേൽ അവകാശമുണ്ടോ? ഇല്ല, ഇല്ലേ? അതൊക്കെ നഷ്ടപ്പെട്ടു. ഉൽപ്പാദിപ്പിച്ച വിളകളൊക്കെ എന്ത് ചെയ്യാണ്? അവർ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കും. അതിന്റെ നികുതിയായിട്ട് അത് മുഴുവൻ വിറ്റിട്ട് നികുതിയായിട്ട് തന്നെ ആർക്ക് കൊടുക്കേണ്ടി വരികയാണ്? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളാണല്ലേ. അതുപോലെ ഇന്ത്യ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരുടെ കോളനിയാക്കി മാറ്റുക. അതുപോലെ അവരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന, ഇംഗ്ലീഷുകാരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ട് നമ്മുടെ ഇന്ത്യയെ മാറ്റിയില്ലേ. അതൊക്കെ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളൊക്കെ എന്തായി? സാധാരണക്കാരാണല്ലേ കുടിൽ വ്യവസായങ്ങൾ ചെയ്യുക. ആ കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളും ഒക്കെ തകരുകയാണ്. അങ്ങനെ അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അതിനുപോലെ ഇതിന് കാരണക്കാരായി ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള അസംതൃപ്തിയും വെറുപ്പും ഒക്കെ എന്താണ്? ഈ കലാപത്തിന്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് നോർമലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഭരണപരവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയും? അതായത് ഇപ്പൊ നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ആർക്ക്? ഈ കലാകാരന്മാർക്കും മത നേതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഒരു നാട്ടുരാജ്യം പറയുമ്പോൾ അവിടുത്തെ രാജാവ് അവിടെയുള്ളവരെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചു വരും. പക്ഷെ ഒരു ഇംഗ്ലീഷുകാരുടെ ഒരു ഭരണം വരുന്നതോട് കൂടിയിട്ട് അവിടെ എന്താകും? അതൊക്കെ കിട്ടോ? ഇല്ല. ഇതൊക്കെ അവർക്ക് അവിടെ നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെയും സെമീന്ദർമാരുടെയും താല്പര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് അതായത് കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് എന്ത് ചെയ്യണം? ജനങ്ങൾ അവസാനം ഭരണകൂടത്തിനെതിരെയുള്ള കലാപത്തിൽ പങ്കുചേരുകയാണ്. പിന്നെ ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ദത്തവകാശ നിയമം നടപ്പിലാക്കിയതൊക്കെ എങ്ങനെയാണ്? ഇതുവഴിയാണ് കേട്ടോ.
അങ്ങനെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ഒരു നയമായിരുന്നു ഇത് ദത്തവകാശ നിരോധന നിയമം. നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ദത്തവകാശ നിയമം, സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നത്, ദത്തവകാശ നിയമം ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നത്, ഇതൊക്കെ അനേകം നാട്ടുരാജ്യങ്ങൾ ഇതിനുമൂലം എന്തായിട്ടുണ്ടായിരുന്നു? നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂടിയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ അധികാരം നഷ്ടപ്പെട്ടു അല്ലേ? പല ഭരണാധികാരികളും ഗോഡപ്രഭുക്കളും ഒക്കെ എന്ത് ചെയ്തു? ഈ കലാപത്തിന്റെ മുന്നണി പോരാളികളായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് പറയാനുണ്ട് ദത്തവകാശ നിരോധന നിയമം. എന്താണ് ദത്തവകാശ നിരോധന നിയമം പറയുന്നത്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് ഞാൻ സ്പീഡ് പോണത്. അറിയാത്ത പോയിന്റ് വരുമ്പോൾ ഞാൻ അവിടെ ടൈം നിങ്ങൾക്ക് അത്രയും ഞാൻ സ്ലോ ആക്കിയിട്ട് തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപേ പഠിച്ചു വന്ന കാര്യമാണ്. ഒരു റിവിഷനുമായി നമുക്ക് മനസ്സിനൊരു കുറ്റബോധവും ഇല്ല. കാരണം പ്ലസ് ഞാൻ പഠിച്ചു എന്നുള്ളൊരു മനസ്സന്തോഷവും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു തരുന്നത് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവാണ്. ഇതിൽ പ്രകാരം എങ്ങനെയായിരുന്നു? ഒരു നാട്ടുരാജാവ് പുരുഷ അനന്തരാവകാശി ഇല്ലാതെ മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. അതായത് ഒരു ജനിക്കുന്നതിൽ ഒരു ആൺകുട്ടി കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ സ്ഥലം മുഴുവൻ, ആ വ്യക്തിയുടെ സ്ഥലം മുഴുവൻ എന്ത് ചെയ്യാണ്? നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. അതായിരുന്നു ദത്തവകാശ നിരോധന നിയമത്തിൽ പറയുന്നത്. സൈനിക സഹായ വ്യവസ്ഥയിൽ എന്താണ്? ആക്രമണത്തിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് ആവിഷ്കരിച്ച ആക്രമണങ്ങളിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് ആവിഷ്കരിച്ച നയങ്ങളിലൊന്നാണ് സൈനിക സഹായ വ്യവസ്ഥ. വർഷം നോക്കണം. സൈനിക സഹായ വ്യവസ്ഥ 1798 1707 9 8 7 8 9 അടുപ്പിച്ച നമ്പർ ഉണ്ട്. അതിന് തിരിച്ചും ഇങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. 8 കഴിഞ്ഞിട്ട് അല്ല 9 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇട്ടിടുക കേട്ടോ. സൈനിക വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ് 1798 കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ നിയമത്തിൽ എന്തൊക്കെയായിരുന്നു? സൈനിക സഹായ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ഈ വ്യവസ്ഥകൾ ഒപ്പുവെക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം ഇത് ഈ 4 ഇല്ലേ? ഇത് കഴിഞ്ഞ 2024 നടന്ന ഒരു എക്സാമിന് ഈ ഭാഗത്ത് നിന്നിട്ട് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഈ വ്യവസ്ഥകൾ ഒപ്പുവെക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. ആ സൈന്യത്തിന്റെ ചെലവ് നാട്ടുരാജ്യത്തിലെ രാജാവ് അത് നിർവഹിക്കണം. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിന്റെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും. ഇംഗ്ലീഷുകാരുമായി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രവുമായോ ഭരണാധികാരിയുമായോ സന്ധി സംഭാഷണങ്ങളിലോ കരാറിലോ ഏർപ്പെടരുത്. നല്ല നയമാണ് അല്ലേ? അങ്ങനെ ഡൽഹൌസി പ്രഭു 1851 ഔദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിങ് ഇതിൽ പറയുന്നുണ്ട്. ഈ ലെസണിൽ പറയുന്നുണ്ട്. നോക്ക്, ഞാൻ അങ്ങനെ നമുക്ക് വേണ്ട പോയിന്റ് മാത്രം ക്രോഡീകരിച്ചിട്ടാണ് ഇങ്ങോട്ട് തരുന്നത്. നമുക്ക് ഇരുന്ന് ലെസൺ വായിക്കാനൊന്നും സമയം, നമുക്ക് എന്താണ് മാർക്ക് വാങ്ങിക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ മാത്രം എടുത്തെടുത്തിട്ട് വേഗം തരാൻ കഴിയുന്നത് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ, അതായത് ഔദ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു രാജ്യം, ചെറിയൊരു സ്ഥലമായിരുന്നു, പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് ചെറിന്റെ വലുപ്പത്തിലാണ് ആ പ്രദേശത്തിന് കണക്കാക്കിയത്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി, a cherry that will drop into our mouth one day. ഡൽഹൌസി പ്രഭു എപ്പോഴാണ് അഭിപ്രായപ്പെട്ടത്? 1851. നോക്കിയേ, ചിലപ്പോൾ എക്സാമുകൾക്ക് തിരിച്ചായിരിക്കും ചോദിക്കുക. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു ഔദിനെ കുറിച്ചിട്ട് അഭിപ്രായപ്പെട്ടത് ഏത് വർഷം ചോദിച്ചാൽ നമ്മൾ എന്തായാലും ചെയ്യില്ല അല്ലേ? നമുക്കറിയില്ല. കാരണം നമുക്കറിയാം 1857 കലാപം, അത് കഴിഞ്ഞിട്ടുള്ള വർഷം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷമുള്ളത് ക്ലിക്ക് ചെയ്യും. 1851 പോയില്ല അല്ലേ? കാരണം 57 കലാപമാണ് ഡൽഹൌസി പ്രഭു ആ സമയത്തൊക്കെ പറയുന്നത്. എന്തായാലും 57 58 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് വെക്കാം. അല്ലാട്ടോ 1851 അവധിനെ കുറിച്ചിട്ട് ഡൽഹൌസി പ്രഭു എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഔദ് എന്ന് പറയുന്നത് ഈ ഡൽഹൌസിയുടെ പിടിച്ചെടുക്കുന്ന, അതായത് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഒരാളായിരുന്നു ആര്? ഡൽഹൌസി പ്രഭു പറയുന്നത്. അങ്ങനെ ഈ ഔദ് ഈ ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ, എല്ലാ നാട്ടുരാജ്യങ്ങളെയും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അല്ലേ? അങ്ങനെ ഈ ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് അവധാണ് കേട്ടോ. ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ അനക്സേഷൻ പോളിസി ഫലം അനുഭവിച്ച നാട്ടുരാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് അവധാണ്. ഇനി ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ടതും അവധാണ് കേട്ടോ. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന് അറിയപ്പെട്ടിരുന്നതും ഏതാണ്? അവധാണ്. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ അവധിന് മേൽ അടിച്ചേൽപ്പിച്ച വർഷം എപ്പോഴാണ്? 1851
നമ്മൾ നേരത്തെ സൈനിക സഹായ വ്യവസ്ഥ ഏത് വർഷമാണ് പറഞ്ഞത്? 1798. അപ്പോൾ 1798, 99, 800 അല്ലെ, എത്ര 3 വർഷങ്ങൾക്ക് ശേഷം അല്ലെ. അങ്ങനെ 1801 അവധിന് മേൽ സൈനിക സഹായ വ്യവസ്ഥ എന്ത് ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുന്നത്. അവധ് രാജ്യം ഔപചാരികമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 ട്ടോ. അപ്പൊ 1801 എന്ത് ചെയ്യുന്നത്? സൈനിക സഹായ വ്യവസ്ഥയിന്മേൽ ഔദിനെ എന്ത് ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുന്നത് ട്ടോ. ഔദിന്റെ മേല് സൈനിക സഹായ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്നത് 1801. പഠിച്ചോ? 1851 ഡൽഹൌസി പ്രഭു വായിൽ വീഴാൻ പോകുന്ന ചെറി എന്നൊരു കോട്ടിങ്ങോട് കൂടി പറഞ്ഞത് 51. 56 ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഔദ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടെ കൂട്ടിച്ചേർക്കപ്പെട്ട കലാപത്തിന്റെ തൊട്ട് മുമ്പുള്ള വർഷം 1856. 57 കലാപം നടക്കുകയല്ലേ. 56 ഔദ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഞാൻ എടുക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്, എന്റേതായിട്ടുള്ള ശൈലിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കൂട്ടുകാർ താഴെ കമന്റ് ചെയ്താൽ മാത്രമേ, ഞാൻ വെറുതെ ക്ലാസ് എടുത്തുകൊണ്ട് പോയില്ല. ഇതിലൊരു ക്ലാസ് നിങ്ങൾ ഒരു സമയം ചെലവഴിച്ച് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് മാർക്ക് ആക്കണം. അതിന് ഞാൻ നേരെ എടുത്തു തന്നാൽ തന്നെ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം മാറ്റി താഴെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇടണം. എങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും. ഇങ്ങനെ ഒന്ന് ക്ലാസ് എടുത്തുതരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എടുത്തുതരാം. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കൂട്ടുകാർ നിങ്ങൾ ഒരാളായിട്ട് എന്നെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഇനി വാജിദ് അലി ഷാ ആരായിരുന്നു? ദുർഭരണത്തിന്റെ പേര് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ കൽക്കത്തയിലേക്ക് നാട് കടത്തിയ അവധിലെ നവാബാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ മുഴുവൻ പഠിച്ചത് എന്താണ്? ഔദിനെ കുറിച്ചിട്ടാണ് അല്ലെ. വാജിദ് അലി ഷാ ഔദിലെ നവാബായിരുന്നു. എന്തായിരുന്നു? ദുർഭരണത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ കൽക്കത്തയിലേക്ക്. ആ ദുർഭരണം ഉണ്ടാകില്ല അല്ലെ. ഉണ്ടാകുമോ? ഇല്ല. കാരണം എന്താണ്? ഔദിനെ ഇവർക്ക് പിടിച്ചെടുക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അദ്ദേഹത്തിന് എവിടേക്കാണ് നാട് കടത്തുന്നത്? കൽക്കത്തയിലേക്ക് നാട് കടത്തുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാര് അവധിലെ താലൂക്കദർമാരെ നീക്കം ചെയ്യാനായിട്ട് 1856 ഒരു നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് സമ്മറി വ്യവസ്ഥ കേട്ടോ. സമ്മറി സെറ്റിൽമെന്റ്. നാളെ ഇതൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സമ്മറി വ്യവസ്ഥ എന്നൊക്കെ വരുമ്പോൾ നല്ല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. വിട്ട് കളയരുത് കേട്ടോ, വിട്ട് കളയരുത്. ഓരോ മാർക്ക് ഒരു 4 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നാൽ നമ്മളെ റാങ്ക് അങ്ങോട്ട് റോക്കറ്റ് പോണ പോലെ ആയിരിക്കും മുന്നിലോട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. അപ്പോൾ നമ്മളൊരു നോർമൽ ലെവലിൽ എഴുതിയിട്ട് ഒരു 100-150 റാങ്കിനുള്ളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ 50ഉം 100-150 ഒക്കെ പോയിട്ട് നമ്മൾ 50ന്റെ അവസ്ഥയിലേക്ക് എത്തും. ഫസ്റ്റിലേക്ക് എന്ത് ചെയ്യും? എത്തിവരും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കിട്ടട്ടെ, എൻ്റെ ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് കിട്ടട്ടെ എന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും. നമുക്കും അറിയാം ടൈമില്ല, അതുകൊണ്ട് എന്നാലും ചെയ്തു തരുന്നത് എന്താണ്? ഞാൻ ഈ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ടിക്ക് ചെയ്തൊക്കെ കാണുമ്പോൾ അറിയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഒരിക്കൽ നോട്ട് ചെയ്ത് പോയതാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തരുന്നത്. അപ്പൊ നിങ്ങളത് മാർക്കാക്കിയിട്ട് മാറ്റാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അപ്പൊ സമ്മറി വ്യവസ്ഥ എന്താണ് നമ്മൾ പറഞ്ഞത്? അവധിലെ താലൂക്കദർമാരെ, ആരാണ്? അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാര് 1856 നടപ്പിലാക്കിയ ഒരു വ്യവസ്ഥയാണ് സമ്മറി വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെ ബ്രിട്ടീഷുകാര് ഔദ് പിടിച്ചടക്കിയതോടെ ഔദിലെ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? കൊട്ടാരവുമായി ബന്ധപ്പെട്ട അനേകം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികൾ തുടങ്ങിയവർ തൊഴിൽ രഹിതരായി. കർഷകർ അമിതമായി നികുതി നൽകേണ്ടി വന്നു. താലൂക്കദർമാരുടെ അധികാരവും പദവികളും നഷ്ടപ്പെട്ടു. അവരെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സമ്മറി വ്യവസ്ഥ കൊണ്ടുവന്നത്. തദ്ദേശീയമായ ഭരണവും പട്ടാളവും പിരിച്ചുവിട്ടതിനാൽ അനേകം തൊഴിലവസരങ്ങളും നഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ ലക്നൌവിന്റെ ആശ്വാസം പറഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രം ഏതാണ്? റിലീഫ് ഓഫ് ലക്നൗ. ബാർക്കറുടെ ഈ ചിത്രത്തില് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ആയിരുന്ന
കോളിൻ ക്യാമ്പബെല്ലിന്റെ രംഗപ്രവേശനത്തിന്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. നന്നായി നോട്ട് ചെയ്യണം കേട്ടോ. ആരുടെയാണ്? കോളിൻ ക്യാമ്പബെല്ലിന്റെ രംഗപ്രവേശനത്തിന്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട മറ്റു ബ്രിട്ടീഷ് സൈനികർ ജെയിംസ് ഔട്ട്രാമും ഹെൻറി ഹാവ്ലോക്കുമായിരുന്നു. ആരാണ്? ജെയിംസ് ഔട്ട്രാം, ഹെൻറി ഹാവ്ലോക്ക്. അങ്ങനെ ഈ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷ് ആവിഷ്കരിച്ച നടപടികൾ എന്തൊക്കെയായിരുന്നു? അതായത് 1857 കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തിരിച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം. ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം ഇവർ പ്രയോഗിച്ചു. കലാപ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിരവധി നിയമങ്ങൾ പാസാക്കി. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിൽ എത്തിച്ചു. ഇങ്ങനെയാണ് 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? തിരിച്ച് അടിച്ചമർത്തിയത്. കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. കലാപത്തിന് ശേഷം 57 58 കലാപം കഴിഞ്ഞു. 59 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. ഇൻ മെമ്മോറിയം ആര് വരച്ചു? ജോസഫ് നോയൽ പാറ്റൺ. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും അക്രമവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളെയും കുട്ടികളെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും ആക്രമണവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളെയും കുട്ടികളെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. ഇനി ആ സമയത്ത് കാനിങ് പ്രഭുവിന്റെ ഇതെന്തായിരുന്നു? അല്പം ദാക്ഷിണ്യവും കരുണയും കാണിക്കുകയാണെങ്കിൽ ശിപ്പായിമാരുടെ കൂറ് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതായത് കുറച്ച് അവരോട് എന്ത് ചെയ്യുക? എന്താണ്? ദാരുണ്യം, അതായത് അല്പം ദാക്ഷിണ്യവും കരുണയും കാണിക്കുകയാണെങ്കിൽ ശിപ്പായിമാരുടെ കൂറ് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് കാനിങ് പ്രഭുവാണ്. ഇനി ഈ കലാപം പരാജയപ്പെട്ടു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ആ കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ്? ഇന്ത്യയിലെ എല്ലായിടത്തും കലാപം വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം കലാപത്തിന്റെ പരാജയത്തിന് കാരണമായി. മനസ്സിലായല്ലോ. ഇനി ഈ വിപ്ലവം കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ചോദിച്ച ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചത് ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. 1857 വിപ്ലവം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. കലാപശേഷം സാമൂഹ്യ പരിഷ്കരണങ്ങളോടെ മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് സഹായകമായി. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ട് മാറി. ഇനി ഗവർണർ ജനറൽ എന്ന നിലയിൽ സൈനിക ഉപകരണങ്ങൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഹെൻറി ഹാർഡിഞ്ച്. ആരായിരുന്നു? ഹെൻറി ഹാർഡിഞ്ച്. ഗവർണർ ജനറൽ എന്ന നിലയിൽ സൈനിക ഉപകരണങ്ങൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ച വ്യക്തി ആരായിരുന്നു? ഹെൻറി ഹാർഡിഞ്ച്. കലാപകാലത്ത് ഔദിലെ മിലിറ്ററി പോലീസ് ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി ക്യാപ്റ്റൻ ഹേഴ്സിയാണ്. രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക കേട്ടോ. ഇത് നമ്മൾ ഇതിൽ പഠിക്കാറില്ലേ, നമ്മുടെ SCRT പഠിക്കാറില്ല. ഗവർണർ ജനറൽ എന്ന നിലയിൽ സൈനിക ഉപകരണങ്ങൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ച വ്യക്തി ഹെൻറി ഹാർഡിഞ്ചും കലാപകാലത്ത് ഔദിലെ മിലിറ്ററി പോലീസ് ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഹേഴ്സി. ഇനി ഈ കലാപം പ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിപ്ലവത്തിന്റെ ഫലങ്ങള് എല്ലാം അല്ലെ, തുടക്കം മുതൽ എങ്ങനെ സംഭവിച്ചു, എന്താണ് ഈ കലാപത്തിനുണ്ടായ കാരണം, എന്തൊക്കെയാണ്, എങ്ങനെ വന്നു, ഔദിന് എന്ത് ചെയ്തു, എന്തൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തു, കലാപകാരികൾ എന്ത് ചെയ്തു, എന്തൊക്കെ നിയമങ്ങൾ നടപ്പിലാക്കി, ആരൊക്കെ ഓരോ കോട്ടിങ്സ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ കലാപം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു, കലാപത്തിന്റെ അനുഭവങ്ങൾ വിശദീകരണം വെച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ കലാപത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പൊ നമുക്ക് ഇനി പഠിച്ച വർഷങ്ങൾ ഒന്നും കൂടി നോക്കിയാലോ.
1801 അവധില് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. അവധില് കേട്ടോ 1801 1798 സൈനിക സഹായ വ്യവസ്ഥ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. 1801 അവധില് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. 1856 നവാബ് വാജിദ് അലി ഷാ സ്ഥാനഭ്രഷ്ടന. ആരായിരുന്നു വാജിദ് അലി ഷാ? അവധിലെ ഭരണാധികാരിയായിരുന്നില്ലേ? ദുർഭരണത്തെ തുടർന്നിട്ട് ഇംഗ്ലീഷുകാർ കൽക്കത്തയിലേക്ക് നാട് കടത്തിയ വ്യക്തിയല്ലേ വാജിദ് അലി ഷാ. പിന്നെ അവധിനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 56-57 സമ്മറി ഭൂനികുതി വ്യവസ്ഥ അവധില് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്നു. ആരെയുണ്ട്? താലൂക്ക്ദാർമാരെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവധില്. 1857 മെയ് 10 മീററ്റില് കലാപം ആരംഭിക്കുന്നു. മെയ് 11-12 ഡൽഹിയിലെ സൈനിക വ്യൂഹങ്ങൾ കലാപം നടത്തുന്നു. ബഹദൂർ ഷാ നാമമാത്രമായ നേതൃത്വം സ്വീകരിക്കുന്നു. മെയ് 20-21 അലിഗർ, ഇറ്റാവ, മെയിൻപുരി, ഈറ്റ എന്നിവിടങ്ങളിൽ സൈനിക കലാപം. എവിടെയൊക്കെയാണ്? അലിഗർ, ഇറ്റാവ, മെയിൻപുരി, ഈറ്റ എന്നിവിടങ്ങളിൽ സൈനിക കലാപം. മെയ് 30 ലക്നൌവിൽ കലാപം. ലക്നൌവിൽ ആരായിരുന്നു? ബേഗം ഹസ്രത്ത് മഹൽ. മെയ് ജൂണിന് സൈനിക കലാപം ജനകീയ കലാപമായിട്ട് മാറുന്നു. ജൂൺ 30 ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയം നേരിടുന്നു. ഏത് യുദ്ധത്തിലാണ്? ചിൻഹട്ട്. ഓർമ്മ വേണേ. ചിൻഹട്ട് യുദ്ധം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിൻഹട്ട് യുദ്ധം. സെപ്റ്റംബർ 25 ഹാവ്ലോക്കിന്റെയും ഔട്ട്റാമിന്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേന ലക്നൌവിലെ റെസിഡന്റിന്റെ വസതിയിൽ പ്രവേശിക്കുന്നു. ജൂലൈയില് യുദ്ധത്തിലെ ഷാമാൽ കൊല്ലപ്പെടുന്നു. ജൂൺ 1858 ഝാൻസിയിലെ റാണി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. ചോദിച്ചിട്ടുണ്ട് 1857 ഝാൻസി റാണി കൊല്ലപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ജൂൺ മാസം 18 അപ്പൊ ഇതാണ് 1857 റിവോൾട്ടിനെ കുറിച്ചിട്ട് നമുക്ക് NCERT ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നമുക്ക് SCERT NCERT ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ടെലിഗ്രാം ഒന്ന് നോക്കിയാൽ മതി. ക്ലാസ്സുകൾ അവിടെ കിടക്കുന്നുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ എത്രാമത്തെ ലെസണായി? NCERT 4 ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 4ാമത്തെ ലെസണാണ്. ഇനി നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ഹിസ്റ്ററി ഭാഗത്ത് കഴിഞ്ഞ ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നമുക്ക് ചെയ്തു തരാം. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുഭദിനം.